ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന വാസിദ് നൽകിയ ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് അന്ന് നമ്മൾ വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ല. 2024 ഓഗസ്റ്റ് 5-ന് സായുധാര ഒരു ജനക്കൂട്ടം അവരുടെ ഔദ്യോഗിക വസതി വളയുകയും ജീവൻ രക്ഷിക്കാൻ അവർക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ താൻ ഭയപ്പെട്ടിരുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ അമേരിക്കൻ സൈന്യത്തിന് ഒരു താവളം അനുവദിക്കണമെന്ന് അമേരിക്ക തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ഹസീന അന്ന് വെളിപ്പെടുത്തിയത്. ഈ ആവശ്യം അംഗീകരിച്ചാൽ ഭാവിയിൽ അവാമി ലീഗ് സർക്കാരിനെ എല്ലാ രീതിയിലും സഹായിക്കാമെന്നും പ്രതിപക്ഷത്തിന്റെ പരാതികൾ അവഗണിക്കാമെന്നും വാഗ്ദാനം ചെയ്തിരുന്നുവത്രേ. എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നിരസിച്ച് ഹസീന അമേരിക്കൻ ആവശ്യത്തിന് വഴങ്ങിയില്ല. ഈ തുറന്നുപറച്ചിൽ നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് നടന്ന സംഭവങ്ങൾ ആ മുന്നറിയിപ്പുകൾക്ക് എത്രത്തോളം പ്രസക്തമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ വർഷം ജൂലൈ 1 മുതൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഓഗസ്റ്റ് മാസത്തോടെ അത് കൂടുതൽ അക്രമാസക്തമായി. ആയിരക്കണക്കിന് സായുധരായ ജനക്കൂട്ടം പോലീസിനു നേരെയും ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ അനുയായികൾക്കെതിരെയും തുടർച്ചയായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടു. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ ചെറിയ കാലയളവിൽ ഏകദേശം 1400-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. സർക്കാരിന്റെ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും അവാമി ലീഗ് പ്രവർത്തകരും അനുയായികളും ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോഴും സൈനിക മേധാവി വഖാറൂസ് സമാൻ പിന്നീട് വ്യക്തമാക്കിയതുപോലെ ആയിരക്കണക്കിന് ശക്തരായ സായുധ ജനക്കൂട്ടങ്ങൾക്കെതിരെ വെടിയുതിർക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന സൈന്യം നിരസിക്കുകയായിരുന്നു. സ്വന്തം സൈനിക മേധാവിയുടെ പിന്തുണയില്ലാത്തപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. ഇത് വ്യക്തമാക്കുന്നത് അട്ടിമറിക്കുള്ള ആസൂത്രണം ഭരണകൂടത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ചിലരുടെ പിന്തുണയോടെ ആയിരുന്നു എന്നാണ്. നിരോധിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷ് ഇ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ ഭരണകക്ഷിയായ അവാമി ലീഗിനും പോലീസ് സേനയ്ക്കുമെതിരെ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു അക്രമാസക്തമായ പ്രക്ഷോഭത്തിലൂടെ സർക്കാരിനെ പുറത്താക്കാനുള്ള അവസരത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 5-ന് ശേഷവും പോലീസ് തങ്ങളുടെ നിഷ്ക്രിയത്വം തുടർന്നു. ഇതിന്റെ ഫലമായി ജനക്കൂട്ടം സർക്കാർ ഓഫീസുകളും അവാമി ലീഗ് പ്രവർത്തകരുടെ വീടുകളും ആക്രമിക്കുകയും സ്വത്തുകൾ കൊള്ളടിക്കുകയും ചെയ്തു. ദിനരാത്രങ്ങൾ നീണ്ട ഈ ഭീകരമായ സാഹചര്യത്തിൽ അമേരിക്കൻ ഇടപെടലിനെ കുറിച്ചുള്ള തന്റെ ഭയം വ്യക്തമാക്കിക്കൊണ്ട് ഷെയ്ഖ് ഹസീന നൽകിയ അവസാന മുന്നറിയിപ്പ് പ്രാദേശിക പത്രങ്ങളിൽ വിശദമായി റിപ്പോർട്ട് ചെയ്തു. ഈ പത്രങ്ങൾ ലിബിയ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എന്ന പോലെ പാശ്ചാത്യ ലോകം സ്പോൺസർ ചെയ്ത ഭരണമാറ്റത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിലെ സംഭവങ്ങൾ എന്നെഴുതി. ഈ സംഭവ വികാസങ്ങളിൽ ഒരു പ്രധാന കഥാപാത്രം നൊബേൽ സമ്മാന ജേതാവും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീൺ മൈക്രോ ഫിനാൻസ് ബാങ്കിന്റെ സ്ഥാപകനുമായ ഡോക്ടർ മുഹമ്മദ് യൂനസ് ആണ്. ഷെയ്ഖ് ഹസീനയും ഡോക്ടർ യൂനസും തമ്മിലുള്ള ശത്രുത പരസ്യമായ രഹസ്യമാണ്. ഹസീനയെ പുറത്താക്കുന്നതിന് മുമ്പുള്ള 6 വർഷങ്ങളിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ബംഗ്ലാദേശ് സേനകളെയും പാർട്ടികളെയും ഏറ്റവും പ്രഗത്ഭനായ നേതാവായി ഡോക്ടർ യൂനസ് ഉയർന്നു വന്നിരുന്നു. അവാമി ലീഗ് സ്വദേശത്തും വിദേശത്തും ഇതിനെതിരെ ശക്തമായ പ്രചാരണങ്ങൾ നടത്തി. പാശ്ചാത്യ നയതന്ത്രജ്ഞരും ഏജൻസികളും ഈ ആരോപണങ്ങൾ അന്വേഷിച്ചു. എന്നാൽ അവരുടെ വിശ്വസ്തരായ അന്വേഷകരെ അയച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ കുറ്റം കണ്ടെത്തിയത് അവാമി ലീഗ് ഭരണകൂടത്തിന് എതിരെയായിരുന്നു. ആവർത്തിക്കുന്ന പോലീസ് അതിക്രമങ്ങൾ, ജനാധിപത്യത്തിന്റെ അടിച്ചമർത്തൽ എന്നീ കുറ്റകൃത്യങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 8 ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർക്ക് US ഉപരോധം ഏർപ്പെടുത്തി. ഇത് ബംഗ്ലാദേശിനെതിരെ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രമായി വിലയിരുത്തപ്പെട്ടു. 2024 ജൂലൈയിലെ പ്രക്ഷോഭത്തിനിടെ ചിറ്റഗോങ്ങിനടുത്തുള്ള സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ ഏതാനും അമേരിക്കൻ സൈനിക വിന്യാസങ്ങൾ അനുവദിക്കണമെന്ന് ഹസീനയോട് ആവശ്യപ്പെട്ടുവെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചാൽ ഭാവിയിൽ US-ഉം സഖ്യകക്ഷികളും അവാമി ലീഗ് സർക്കാരിനെ എല്ലാവിധത്തിലും സഹായിക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ പരാതികൾ അവഗണിക്കുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഹസീന ആ അഭ്യർത്ഥന തൽക്ഷണം നിരസിച്ചു. രഹസ്യ കരാറുകളിലൂടെയും മറ്റും തങ്ങളുടെ ദേശീയ പ്രദേശത്തിന്റെ ഒരു ഭാഗം വിദേശ രാജ്യങ്ങൾക്കോ ഏജൻസികൾക്കോ കൈമാറാൻ തനിക്കോ തന്റെ പാർട്ടിക്കോ ഒരിക്കലും കഴിയില്ലെന്ന് അവർ വ്യക്തമാക്കി. എന്നാൽ ബംഗ്ലാദേശിലെ US എംബസിയും കോൺസുലേറ്റ് ജീവനക്കാരും അങ്ങനെ ഒരു അഭ്യർത്ഥനയെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്ന നിലപാടാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ സ്വീകരിച്ചത്. എന്നാൽ അമേരിക്ക ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖലയിലെ തീരപ്രദേശങ്ങൾക്ക് സമീപം 100-ലധികം സൈനികരെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മ്യാൻമർ അല്ലെങ്കിൽ ബംഗ്ലാദേശ് സർക്കാരുകൾക്ക് അജ്ഞാതമല്ല. ഡോക്ടർ യൂനസും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും അതിനുവേണ്ട സഹായങ്ങളും ഒത്താശയും ചെയ്തിട്ടുണ്ട്. ഇത് ബംഗാൾ ഉൾക്കടലിലെ അമേരിക്കയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. BLP പുതിയ നാഷണൽ
സിറ്റിസൺസ് പാർട്ടി എന്നീ കക്ഷികളുടെയും 2 പ്രതിനിധികളുടെയും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ യൂനസ് US സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 2026 ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഡോക്ടർ യൂനസ് പ്രഖ്യാപിക്കുകയും ഈ വർഷാവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ പട്ടികയും മാർഗനിർദ്ദേശങ്ങളും പ്രഖ്യാപിക്കുമെന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനോടകം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ പലതും നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് പ്രധാന പരാതിയാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന തരത്തിൽ ഭരണപരമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയുടെ സുരക്ഷയും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഭരണകക്ഷിയും ആരാക്കാൻ സൈന്യവുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇന്ത്യ മ്യാൻമറിലെ റാഖൈൻ പ്രവിശ്യയിലേക്ക് ഏകദേശം 120 സൈനികരെയും നിരീക്ഷകരെയും അയച്ചിട്ടുണ്ടെന്നും ധാക്കയിലെയും മ്യാൻമറിലെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തന്ത്രപരമായി പ്രധാനമായ ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം സ്ഥാപിക്കുന്നതിനും സമ്പന്നമായ ഊർജ്ജ സ്രോതസ്സുകൾ കൈക്കലാക്കുന്നതിനും ഇന്ത്യ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ അനുകൂലമല്ല. വസ്തുതകൾ വിശകലനം ചെയ്യുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവകാശവാദങ്ങൾ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ എന്നും ബോധ്യപ്പെടും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് മുമ്പ് റഷ്യ ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർക്ക് അട്ടിമറി സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബംഗ്ലാദേശിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ചൈനയും ഈ പ്രദേശത്ത് നാവികസേനയെ അയച്ചുകൊണ്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. മണിപ്പൂരുമായി അതിർത്തി പങ്കിടുന്ന ചിറ്റഗോങ് കുന്നിൻ പ്രദേശങ്ങൾക്ക് സമീപമുള്ള ബംഗാൾ ഉൾക്കടലിലെ US സൈനിക സാന്നിധ്യം ബംഗ്ലാദേശ്, മ്യാൻമർ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തികൾക്ക് ഗുരുതരമായ ഭീഷണിയാണ്. ഇത്തരം പ്രവണതകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും അശുഭകരമാണ്. പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള ഈ മത്സരം ഒരു കാലത്ത് സമാധാനത്തിന്റെ പാതയിലായിരുന്ന ബംഗ്ലാദേശിനെ വീണ്ടും അനിശ്ചിതത്വത്തിന്റെയും സംഘർഷത്തിന്റെയും പാതയിലേക്ക് തള്ളിവിടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ പതനം വെറുമൊരു ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നമായിരുന്നില്ലെന്നും ബംഗാൾ ഉൾക്കടലിലെ സൈനിക സാമ്പത്തിക മേധാവിത്വത്തിനായി നടന്ന ഒരു വലിയ കളിയുടെ ഭാഗമായിരുന്നുവെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ഭാവി എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതും ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.